ഭൂതേ മഹദ്ഭിര്യ ഇമാ പുരോ വിഭു നിർമായശേതേ യദമൂഷു പൂരുഷ ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മക സോലം കൃഷിഷ്ട ഭഗവാൻ വചാംസി മേ. ഭാഗവതത്തെ അറിയാൻ ഈ ഭാഗവതത്തിൽ അലിയാൻ, ഭാഗവതത്തെ അറിയാൻ ശ്രീമദ് ഭാഗവതത്തിൽ അലിയാൻ. ലക്ഷ്യമതും മാത്രം ഹരിയിൽ ഭക്തിയുണർത്തും സംഗീതം ഹരിനാമലഹരി സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനു തുണ ചെയ്യൂ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനു തുണ ചെയ്യൂ. വീണയിൽ സംഗീത സാഗരം തീർക്കുന്ന വാണീദേവിയും കാക്കേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഹരേ ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. കണ്ഠം തന്നിൽ ഗാനം നിറയാൻ കണ്ണാ നീ താൻ തുണയേകൂ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ആദ്യത്തെ ഗുരുവായൂരന്റെ അച്ഛനുപാദ നമസ്കാരം. ആദ്യത്തെ ഗുരുവായൂരനുടെ അച്ഛനുപാദ നമസ്കാരം. അമ്മിഞ്ഞപ്പാൽ മധുരം നൽകിയ അമ്മേ നീ വരമേകേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ
കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ ശ്രീകൃഷ്ണാനിൻ കീർത്തനമലരുകൾ ശ്രീപാദത്തിൽ അർച്ചിക്കാം. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാം. ലക്ഷ്യമതൊന്നു മാത്രം ഹരിയിൽ ലഹരിയുണർത്തും സംഗീതം. ഭക്തിയുണർത്തും സാഫല്യം, ഭക്തിയുണർത്തും സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാം. ഭാഗവതത്തിൽ അലിയാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ്ഭാഗവതം ദ്വാദശ സ്കന്ധ അധ ചതുർത്ഥോധ്യായ. ശ്രീശുക ഉവാച കാലസ്തേ പരമാണ്വാദിർദ്യുപരാർത്ഥാവധിർനൃപ കഥിതോ യുഗമാനം ച ശൃണു കൽപ്പലയാവപി ചതുർയുഗസഹസ്രം ച ബ്രഹ്മണോ ദിനമുച്യത്തെ സ കൽപ്പോ യത്ര മനവശ്ചതുർദശ വിശാംപത്തെ തദന്തേ പ്രളയസ്താവാൻ ബ്രാഹ്മീ രാത്രിരുദാഹൃദാ ത്രയോ ലോകാ ഇമേ തത്ര കൽപ്പന്തേ പ്രളയായ ഹി ഏഷ നൈമിത്തിക പ്രോക്ത പ്രളയോ യത്ര വിശ്വസൃക് ശേതേനന്ദാസനോ വിശ്വമാത്മസാൽകൃത്യ ചാത്മഭൂ ദ്വിപരാർത്ഥേ ത്വതിക്രാന്തേ ബ്രഹ്മണ പരമേഷ്ഠിന തദാ പ്രകൃതയ സപ്ത കൽപ്പന്തേ പ്രളയായ വൈ ഏഷ പ്രാകൃതികോ രാജൻ പ്രളയോ യത്ര ലീയത്തെ ആണ്ഡകോശസ്തു സംഘാതോ വിഘാത ഉപസാദിതേ പർജന്യശതവർഷാണി ഭൂമൗ രാജൻ ന വർഷതി തദാ നിരന്വേഷ്യന്യോന്യം ഭക്ഷമാണ ക്ഷുധാർദിത ക്ഷയം യാസ്യന്തി ശനകൈ കാലേനോപദ്രുതാ പ്രജാ സാമുദ്രം ദൈഹികം ഭൗമം രസം സാംവർത്തകോ രവി രശ്മിഭിः പിബതേ ഘോരൈ സർവം നൈവ വിമുഞ്ചതി തതഃ സാംവർത്തകോ വഹ്നി സംഘർഷണമുഖോദ്ധിത ദഹത്യനിലവേഗോദ്ധ ശൂന്യാൻ ഭൂവിവരാനധ ഉപര്യഥ സമന്താച്ച ശിഖാഭിർവഹ്നി സൂര്യയോ ദഹ്യമാനം വിഭാത്യണ്ഡം ദഗ്ധഗോമയപിണ്ഡവൽ തതഃ പ്രചണ്ഡപവനോ വർഷാണാമധികം ശതം പരസാംവർത്തകോ വാതിധൂമ്രം ഘം രജസാവൃതം തതോ മേഘകുലാന്യംഗാ ചിത്രവർണ്ണാന്യനേകശ ശതം വർഷാണി വർഷന്തി നദന്തി രഭസസ്വനൈ തത ഏകോദകം വിശ്വം ബ്രഹ്മാണ്ഡവിവരാന്തരം തദാ ഭൂമേർഗന്ധഗുണം ഗ്രസന്ത്യാപ ഉദപ്ലവേ ഗ്രസ്തഗന്ധാ തു പൃഥിവീ പ്രളയത്വായ കൽപ്പത്തെ അപാം രസമധോ തേജസ്താലീയന്തേധ നീരസാ ഗ്രസത്തെ തേജസോ രൂപം വായുസ്തദ്രഹിതം തദാ ലീയത്തെ ചാനിലേ തേജോ വായോ ഘം ഗ്രസത്തെ ഗുണം സ വൈ വിശതി ഘം രാജംസ്തതശ്ച നഭസോ ഗുണം ശബ്ദം ഗ്രസതി ഭൂതാതിർനഭസ്തമനുലീയത്തെ
തൈജസശ്ചേന്ദ്രിയാണ്യംഗ ദേവാൻ വൈകാരികോ ഗുണൈ മഹാൻ ഗ്രസത്യഹങ്കാരം ഗുണാ സത്വാദയശ്ച തം ഗ്രസതേ വ്യാകൃതം രാജൻ ഗുണാൻ കാലേന ചോദിതം ന തസ്യ കാലാവയവൈ പരിണാമാദയോ ഗുണാ അനാദ്യനന്തമവ്യക്തം നിത്യം കാരണമവ്യയം നയത്ര വാചോ ന മനോ ന സത്വം തമോ രജോ വാ മഹദാദയോമി ന പ്രാണബുദ്ധീന്ദ്രിയദേവതാ വാ ന സന്നിവേശ ഖലു ലോകകൽപ ന സ്വപ്നജാഗ്രന്ന ച തൽസുഷുപ്തം ന ഘം ജലം ഭൂരനിലോഗ്നിരർക്ക സുഷുപ്തവച്ഛൂന്യവത പ്രതർക്യം തന്മൂലഭൂതം പദമാമനന്തി ലയപ്രാകൃതികോ ഹ്യേഷ പുരുഷാവ്യക്തയോർയദാ ശക്തയഃ സംപ്രലീയന്തെ വിവശാ കാലവിദ്രുതാ ബുദ്ധീന്ദ്രിയാർത്ഥരൂപേണ ജ്ഞാനം ഭാതി തദാശ്രയം ദൃശ്യത്വാവ്യതിരേകാഭ്യാമാദ്യന്തവത വസ്തുയൽ ദീപശ്ചക്ഷുശ്ച രൂപം ച ജ്യോതിഷോ ന പൃഥക് ഭവേൽ ഏവം ധീ ഘാനി മാത്രാശ്ച ന സ്യുരന്യതമാതൃതാൽ ബുദ്ധേർജാഗരണം സ്വപ്ന സുഷുപ്തിരിതി ചോച്യത്തെ മായാമാത്രമിദം രാജൻ നാനാത്വം പ്രത്യഗാത്മനി യഥാ ജലധരാ വ്യോംനി ഭവന്തി ന ഭവന്തി ച ബ്രഹ്മണീദം തഥാ വിശ്വമവയവ്യുദയാപ്യയാൽ സത്യം ഹ്യവയവ പ്രോക്ത സർവാവയവിനാമിഹ വിനാർത്ഥേന പ്രതീയേരൻ പടസ്യേവാംഗതന്തവ യൽ സാമാന്യവിശേഷാഭ്യാമുപലഭ്യേത സ ഭ്രമ അന്യോന്യാവാശ്രയാൽ സർവമാദ്യന്തവത വസ്തുയൽ വികാര ധ്യായമാനോപി പ്രത്യഗാത്മാനമന്തരാ ന നിരൂപ്യോസ്ത്യണുരപി സ്യാച്ചേച്ചിൽ സമ ആത്മവൽ നഹി സത്യസ്യ നാനാത്വമവിദ്വാൻ യതി മന്യത്തെ നാനാത്വം ഛിദ്രയോർ യദ്വജ്യോതിർഷോർവാതയോരിവ യഥാ ഹിരണ്യം ബഹുധാ സമീയത്തെ നൃഭിക്രിയാഭിർവ്യവഹാരവർമ്മസു ഏവം വചോഭിർഭഗവാനധോക്ഷജോ വ്യാഖ്യായത്തെ ലൗകികവൈദികൈർജനൈഃ യഥാ ഘനോർക്കപ്രഭവോർക്കദർശിതോ ഹ്യർക്കാംശഭൂതസ്യ ച ചക്ഷുഷസ്തമാ ഏവം ത്വഹം ബ്രഹ്മഗുണസ്തദീക്ഷിതോ ബ്രഹ്മാംശകസ്യാത്മന ആത്മബന്ധന ഘനോ യദാർക്കപ്രഭവോ വിദീര്യത്തെ ചക്ഷു സ്വരൂപം രവിമീക്ഷത്തെ തദാ യദാ ഹ്യഹങ്കാര ഉപാധിരാത്മനോ ജിജ്ഞാസയാ നശ്യതി തർഹ്യനുസ്മരേൽ യദൈവമേതേന വിവേകഹേതിനാ മായാമയാഹങ്കരണാത്മബന്ധനം ഛിത്വാച്യുതാത്മാനുഭവോപതിഷ്ഠത്തെ തമാഹുരാത്യന്തികമംഗസംപ്ലവം നിത്യദാ സർവഭൂതാനാം ബ്രഹ്മാദീനാം പരന്തപ ഉൽപ്പത്തിപ്രളയാവേഗേ സൂക്ഷ്മജ്ഞാ സംപ്രചക്ഷത്തെ കാലസ്രോതോജവേനാശു ഹ്രിയമാണസ്യ നിത്യദാ പരിണാമിനാമവസ്ഥാസ്താ ജന്മപ്രളയഹേതവ അനാദ്യന്തവതാനേന കാലേനേശ്വരമൂർത്തിന അവസ്ഥാ നൈവ ദൃശ്യന്തെ വിയതി ജ്യോതിഷാമിവ നിത്യോ നൈമിത്തികശ്ചൈവ തഥാ പ്രാകൃതികോലയ ആത്യന്തികശ്ച കഥിത കാലസ്യ ഗതിരീദൃശി ഏതാ കുരുശ്രേഷ്ഠ ജഗദ്വിധാതുർ നാരായണസ്യാഖില സത്വധാംന ലീലാകഥാസ്തേ
കഥിത സമാസത കാൽസ്ന്യേന നാജോപ്യഭിധാതുമീശ സംസാരസിന്ധുമതി ദുസ്തരമുത്തിതീർഷോർ നാന്യപ്ലവോ ഭഗവത പുരുഷോത്തമസ്യ ലീലാകഥാരസനിഷേവണമന്തരേണ പുംസോ ഭവേദ്വിവിധദുഃഖദവാർദിതസ്യ പുരാണസംഹിതാമേതാമൃഷിർ നാരായണോऽവ്യയ നാരദായ പുരാപ്രാഹ കൃഷ്ണദ്വൈപായനായ സ വൈ മഹ്യം മഹാരാജ ഭഗവാൻ ബാദരായണ ഇമാം ഭാഗവതീം പ്രീത സംഹിതാം വേദസംഹിതാം ഏതാം വക്ഷ്യത്യസൗ സൂത ഋഷിഭ്യോ നൈമിഷാലയേ ദീർഘസത്രേ കുരുശ്രേഷ്ഠ സംപൃഷ്ട ശൗനകാദിഭിः ശ്രീഹരേ നമഃ ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ വൈയാസക്യാം അഷ്ടാദശസാഹസ്ര്യാം പാരമഹംസ്യാം സംഹിതായാം ദ്വാദശസ്കന്ധേ ആശ്രയനിരൂപണേ പ്രളയനിരൂപണം നാമ ചതുർത്ഥോധ്യായ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. പൊന്നുഗുരുവായൂരപ്പന് നമസ്കാരം. ശ്രീമദ് ഭാഗവതം അറിയാനറിയാൻ എന്ന അക്ഷരപൂജ ഇന്ന് 918 ദിവസം. ശ്രീമദ് ഭാഗവതം ദ്വാദശ സ്കന്ധത്തിലെ 4-ാമത്തെ അധ്യായം നമ്മൾ പാരായണം ചെയ്ത് സമർപ്പിച്ചു. ആ 4-ാമത്തെ അധ്യായത്തെ അധികരിച്ചാണ് ഇന്ന് പ്രഭാഷണം ആരംഭിക്കുന്നത്. കലിദോഷം ഇല്ലാതെയാവാൻ ഹരിനാമം മാത്രമാണ് ഏകവഴി, പരമോപായം എന്നും അത് തന്നെ കലിയുഗത്തിന്റെ പരമധർമ്മമാണ് എന്നും രാജാവിന്റെ 2 ചോദ്യങ്ങൾക്ക് മറുപടിയായിട്ട് ശ്രീ ബ്രഹ്മർഷി പറഞ്ഞു. ഇനി അടുത്ത ചോദ്യം, മറ്റൊരു ചോദ്യം കൽപ്പലയത്തിന്റെ അവധികൾ എന്താണെന്നുള്ള ചോദ്യമാണ്. അതാണ് 4-ാമത്തെ അധ്യായത്തിൽ പ്രളയങ്ങളുടെ ആ പ്രത്യേകതകൾ വർണ്ണിച്ചുകൊണ്ട് ശ്രീ ബ്രഹ്മർഷി പരീക്ഷത്തിന് പറഞ്ഞു കൊടുക്കുന്നത്. ശ്രീ ബ്രഹ്മർഷി പറയുന്നു, കാലസ്തേ പരമാണ്വാദിദ്യുപരാർത്ഥാവധിർനൃപ കഥിതോ യുഗമാനം ചാശൃണു കൽപ്പലയാവപി. നൃപ, ഹേ രാജാവേ, പരീക്ഷിത്തേ, പരമാണ്വാദി, പരമാണു ആദിയോടുകൂടിയും ദ്യുപരാർത്ഥാവധി, ദ്യുപരാർത്ഥം അവധിയോടുകൂടിയും ഇരിക്കുന്ന കാലവും യുഗമാനം, യുഗങ്ങളുടെ അവധിയും തേ കഥിത, അങ്ങയോട് പറഞ്ഞു കഴിഞ്ഞു. ഇനിയോ കൽപ്പലയൗ അപി, കൽപ്പലയങ്ങളെ കുറിച്ച് കേട്ടാലും എന്ന് പറയുകയാണ്. പരമാണു മുതൽ ദ്യുപരാർത്ഥം വരെയുള്ള കാലസ്വരൂപം, ഏറ്റവും ചെറുതു മുതൽ ഏറ്റവും വലുത്, കൃതാദിയുഗങ്ങളുടെ കാലക്രമം, ഇതൊക്കെ പറഞ്ഞു. അപ്പൊ ഈ കൽപ്പലയങ്ങളുടെ സ്വരൂപത്തെ മനസ്സിലാക്കിക്കോളൂ. സകാല പരമാണുർവൈ യോ ഭുങ്ക്തേ പരമാണുതാം എന്നും, അതേപോലെ ചത്വാരി ത്രീണി ദ്വേചൈകം കൃതാദിഷു യഥാക്രമം എന്നും 3-ാമത്തെ സ്കന്ധത്തിൽ പറഞ്ഞിട്ടുണ്ട്. അത് ഇവിടെ സൂചിപ്പിക്കുകയാണ്. ചതുർയുഗ സഹസ്രം ച ബ്രഹ്മണോ ദിനമുച്യത്തെ സ കൽപ്പോ യത്ര മനവശ്ചതുർദശ വിശാംപതേ. ഇവിടെ പറയുകയാണ്, ദാ വിശാംപതേ, രാജാവേ, ചതുർയുഗ സഹസ്രം, 1000 ചതുർയുഗം
ബ്രഹ്മണ ഉച്യത്തെ, ബ്രഹ്മാവിന്റെ ഒരു ദിവസമായിട്ട് കണക്കാക്കപ്പെടും. സ കൽപ്പ, അത് കൽപ്പമാണ്. എത്ര ചതുർദശ മനവഹ, 14 മനുക്കൾ ഉണ്ട് ഈ 1000 ചതുർയുഗത്തിൽ എന്നാണ്. ഇപ്പൊ കൽപ്പങ്ങളുടെ കാലമാനം പറയുകയാണ്. കൽപ്പം 2 തരത്തിൽ, ദൈനംദിനം, മഹാകൽപ്പം. അതിൽ ദൈനംദിന കൽപ്പത്തെ പറയുന്നു. കൃതം, ത്രേതം, ദ്വാപരം, കലി, ചതുർയുഗങ്ങളാണ്. ഇങ്ങനെയുള്ള 4 യുഗങ്ങൾ 1000 പ്രാവശ്യം ആവർത്തിച്ചു കഴിഞ്ഞാൽ ബ്രഹ്മാവിന്റെ ഒരു പകൽ സമയം കഴിയും. ഈ സമയത്ത് ഭൂലോകത്തിൽ 14 മനുക്കളുടെ കാലവും കഴിയും. അങ്ങനെയെങ്കിൽ 1000 ചതുർയുഗം 14 മനുക്കളുടെ കാലമാണ് എങ്കിൽ ഒരു മനുവിന്റെ കാലം എത്രയാ? 71 ചതുർയുഗം, അല്ലെങ്കിൽ കുറച്ചുകൂടി കൂടുതൽ. 1000 ഹരണം 14, അപ്പോ 71 ചില്വാനം കിട്ടും. അത്രയും കാലം. തദന്തേ പ്രളയസ്താവാൻ ബ്രാഹ്മി രാത്രിരുദാഹൃത തറയോ ലോക ഇമേ തത്ര കൽപ്പന്തേ പ്രളയായ ഹി. ഇപ്പോ പകലിനെ കുറിച്ച് പറഞ്ഞു. തദന്തേ, അതിന്റെ അവസാനത്തിൽ, പ്രളയ, പ്രകർഷേണയുള്ള ലയം, പ്രലയം, പ്രളയം എന്നൊക്കെ പറയും. ലായും ലായും സംസ്കൃതത്തിൽ ഒരേപോലെയാണ് ഉപയോഗിക്കുക. നമ്മൾ പ്രളയം എന്ന് പറയും, പ്രലയം എന്ന് പറഞ്ഞാലും തെറ്റില്ല. താവാൻ, അത്ര തന്നെ കാലം, ബ്രാഹ്മി രാത്രി, ബ്രഹ്മാവിന്റെ രാത്രിയാണ്. അപ്പൊ 1000 ചതുർയുഗം ബ്രഹ്മാവിന്റെ പകലാണ്, 1000 ചതുർയുഗം ബ്രഹ്മാവിന്റെ രാത്രിയും ആണ്. ഇവിടെ ഉദാഹൃത പറയപ്പെട്ടിരിക്കുന്നു. തത്ര ഇമേ ത്രയഃ ലോക, ഇതിൽ ഈ 3 ലോകങ്ങളും പ്രളയായ കൽപ്പന്തേ, പ്രളയത്തിനായിക്കൊണ്ട് കാലമായി മാറുന്നു എന്നാണ്. ബ്രഹ്മാവിന്റെ പകൽ, നമുക്ക് എല്ലാവർക്കും പകല് കഴിഞ്ഞാൽ രാത്രി. ബ്രഹ്മാവിന്റെ ഒരു പകൽ എന്ന് പറഞ്ഞാൽ 1000 ചതുർയുഗം, 14 മനുക്കളുടെ കാലം. ഇത് കഴിഞ്ഞാലോ പിന്നെ അത്രയും സമയം രാത്രി. നമുക്ക് അങ്ങനെയാണല്ലോ, കാലത്ത് മുതൽ വൈകുന്നേരം വരെ സാമാന്യേന 12 മണിക്കൂർ, വൈകുന്നേരം മുതൽ കാലത്ത് വരെ വീണ്ടും ഒരു 12 മണിക്കൂർ. ഇതേപോലെ ബ്രഹ്മാവിന്റെ പകൽ കഴിഞ്ഞാൽ പിന്നെ രാത്രി ആരംഭിക്കും. ഈ രാത്രിയും 1000 ചതുർയുഗം തന്നെയാണ്. ആ സമയം പ്രളയമാണ്. ഈ കാണപ്പെടുന്ന 3 ലോകങ്ങളും അല്ലെങ്കിൽ 14 ലോകങ്ങളും, 3 ലോകങ്ങൾ എന്ന് പറയുമ്പോൾ ഭൂമി, സ്വർഗം, പാതാളം. അതല്ലെങ്കിലോ, അല്ലെങ്കിൽ ഭൂമിക്ക് മുകളിലുള്ള 6 ലോകങ്ങൾ, ഭൂമിക്ക് താഴെയുള്ള 7 ലോകങ്ങൾ. അപ്പൊ എത്രയായി? ഭൂമി അടക്കം 6 1 7 7 14. അതാണ് 14 ലോകങ്ങൾ. 7 14 ലോകം എന്ന് പറയണത്. ഏഷ നൈമിത്തിക പ്രോക്ത പ്രളയോ യത്ര വിശ്വസൃക് ശേതേനന്ദാസനോ വിശ്വമാത്മസാൽകൃത്യ ചാത്മഭൂ. ഏഷഃ പ്രളയഃ, ഈ പ്രളയം നൈമിത്തിക പ്രോക്ത, നൈമിത്തികം എന്ന് പറയപ്പെടുന്നു. എത്ര വിശ്വസൃക്, സാക്ഷാൽ ഭഗവാൻ വിശ്വം ആത്മസാൽകൃത്യ, വിശ്വത്തെ ആത്മാവിൽ അടക്കിയിട്ട്, അനന്താസനഃ ശേതേ, അനന്താസനായി ശയിക്കുന്നു. ആത്മഭൂ, ബ്രഹ്മാവും ശേതേ, ശയിക്കുന്നു. അപ്പൊ നൈമിത്തികം എന്ന പ്രളയത്തെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞത്. നൈമിത്തികം, പ്രാകൃതികം, ആത്യന്തികം, നിത്യം. അല്ലെങ്കിൽ നിത്യം, നൈമിത്തികം, പ്രാകൃതികം, ആത്യന്തികം. ഇങ്ങനെ 4 തരത്തിലുള്ള പ്രളയങ്ങളുണ്ട്. ഇപ്പൊ പറഞ്ഞത് ഏതാ? നൈമിത്തിക പ്രളയം. ബ്രഹ്മാവിന്റെ രാത്രി നിമിത്തമുണ്ടായതുകൊണ്ട് നൈമിത്തികം എന്ന് ഇതിന് പേര്. ഈ സന്ദർഭത്തിൽ സാക്ഷാൽ ശ്രീമൻ നാരായണൻ ഭഗവാൻ ത്രിലോകങ്ങളെയും തന്നിൽ അടക്കിയിട്ട് ആദിശേഷനാകുന്ന ശയ്യയിൽ, അനന്താസനഃ, അവിടെ ഭഗവാൻ ശയിക്കുന്നു. ആത്മഭൂ ആയിരിക്കുന്ന ബ്രഹ്മാവും ശയിക്കുന്നു. അപ്പോ ശ്രീനാരായണനെയും ബ്രഹ്മാവിനെയും അഭേദമായി കൽപ്പിച്ചുകൊണ്ട്, ഭഗവാനിൽ നിന്നാണ് ബ്രഹ്മാവുണ്ടായത്, ആ ബ്രഹ്മാവും ഭഗവാനിലേക്ക് ലയിച്ച് അനന്താസനസ്ഥനായി എന്ന് പറഞ്ഞാലും തെറ്റില്ല എന്ന്
പണ്ഡിതാഗ്രേസരനായിരിക്കുന്ന ശ്രീധരാചാര്യർ അഭിപ്രായപ്പെട്ടിരിക്കുന്നു. എന്നിട്ടോ ദ്വിപരാർത്ഥേ ത്വതിക്രാന്തേ ബ്രഹ്മണ പരമേഷ്ഠിന തദാ പ്രകൃതയ സപ്ത കൽപ്പന്തേ പ്രളയായ വൈ. ഇപ്പോ നൈമിത്തിക പ്രളയത്തെ കുറിച്ച് പറഞ്ഞു. പരമേഷ്ഠിനഃ ബ്രഹ്മണഃ, പരമോത്കൃഷ്ട സ്ഥാനത്തിൽ താമസിക്കുന്ന ബ്രഹ്മാവിന്റെ പാരമേഷ്ഠ്യ പദവി നമ്മൾ കേട്ടിട്ടുണ്ട്. ന നാഗപൃഷ്ഠം ന പാരമേഷ്ഠ്യം ന സാർവഭൗമം ന രസാധിപത്യം ന യോഗസിദ്ധീരപുനർഭവം വാ എന്നൊക്കെ പലയിടത്തും കാണാം. അപ്പൊ പരമേഷ്ഠിയായിരിക്കുന്ന ആ പരമോത്കൃഷ്ട സ്ഥാനത്ത് ഇരിക്കുന്ന ബ്രഹ്മണഃ, ബ്രഹ്മാവിന്റെ ദ്വിപരാർത്ഥേ, രണ്ടു പരാർത്ഥം, അതിക്രാന്തേ, അതിക്രമിക്കുമ്പോ അല്ലെങ്കിൽ കഴിയുമ്പോ, സപ്ത പ്രകൃതയഃ, പ്രകൃതികൾ 7 പ്രളയായ കൽപ്പന്തേവൈ, പ്രളയത്തിനായിക്കൊണ്ട് കൽപ്പിക്കുന്നു. ഇപ്പൊ മഹാകൽപ്പത്തെയും പ്രാകൃതത്തെയും കുറിച്ച് പറയുകയാണ്. ഇവിടെ പരമോത്കൃഷ്ട സ്ഥാനമായിരിക്കുന്ന സത്യലോകത്തിൽ അല്ലെങ്കിൽ ബ്രഹ്മാവിന്റെ സ്ഥലം ശാതകൗംഭി, ആ ബ്രഹ്മാവിനും നാശമുണ്ട്. ബ്രഹ്മാവിന്റെ പരമായുസ്സായിരിക്കുന്ന ദ്വിപരാർത്ഥകാലം മഹാകൽപ്പം, അതിന്റെ അവസാനം ഉണ്ടാവുന്നു പ്രാകൃതിക പ്രളയം. തത്വങ്ങൾ മഹത്തത്വം, അഹങ്കാരതത്വം, ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളാകുന്ന പഞ്ചതന്മാത്ര, ഈ 7 തത്വങ്ങളും ലയിക്കണു എന്നാണ്. 2000 ചതുർയുഗം ബ്രഹ്മാവിന്റെ ഒരു ദിവസം എത്രയാണെന്ന് കണക്കാക്കണം. അങ്ങനെ 360 ദിവസം കൂടുമ്പോ ബ്രഹ്മാവിന് ഒരു വയസ്സ്. ഇപ്പൊ 2000 ചതുർയുഗം ബ്രഹ്മാവിന്റെ ഒരു ദിവസമാണെങ്കിൽ ബ്രഹ്മാവിന്റെ ആ 360 ദിവസം കൂടുമ്പോ ബ്രഹ്മാവിന് ഒരു വയസ്സാവും. അപ്പൊ 2000 ചതുർയുഗം ഗുണിക്കണം 360, അല്ലേ? അപ്പൊ 2000 ഗുണനം 360, അപ്പൊ എത്രയായി? 7,20,000 ചതുർയുഗം വരുമ്പോ ബ്രഹ്മാവിന് ഒരു വയസ്സ്. അങ്ങനെ 100 വയസ്സാകുമ്പോ 2 പരാർത്ഥകാലം എന്ന് പറയുന്നു. അതാണ് ബ്രഹ്മാവിന്റെ ആയുസ്. ബ്രഹ്മാവിന്റെ ആയുസ്സിന് ദ്വിപരാർത്ഥം എന്ന് പറയുന്നു. ഏഷ പ്രാകൃതികോ രാജൻ പ്രളയോ എത്ര ലീയത്തെ അണ്ഡകോശസ്തു സംഘാതോ വിഘാത ഉപസാദിതേ. വിഘാതെ നാശകാരണം, ഉപസാദിതേ സംപ്രാപ്തമായിരിക്കുമ്പോൾ, സംഘാത കാര്യകാരണ രൂപമായ അണ്ഡകോശം ബ്രഹ്മാണ്ഡം എത്ര ലീയത്തെ ഏതൊന്നിലേക്ക് ലയിക്കുമോ, ഏഷഃ പ്രാകൃതിക പ്രളയ, ഇത് പ്രാകൃതിക പ്രളയം എന്ന് അറിയപ്പെടുന്നു. ഇപ്പോ നാശകാരണം സമീപിക്കുമ്പോ പ്രകൃതി പദാർത്ഥങ്ങളുടെ സംഘാതമായിരിക്കുന്ന കാര്യകാരണ സ്വരൂപമായിരിക്കുന്ന ബ്രഹ്മാണ്ഡം ഏതൊരു കാലത്തിൽ ലയിക്കുവോ ആ കാലത്തിനെ പ്രാകൃതിക പ്രളയം എന്ന് പറയുന്നു. ഇപ്പോ ആദ്യം നൈമിത്തിക പ്രളയത്തെ കുറിച്ച് പറഞ്ഞു, അതിനുശേഷം ഇപ്പതാ പ്രാകൃതികം എന്നുള്ള പ്രളയത്തെയും പറഞ്ഞു. അങ്ങനെയുള്ള 6ാമത്തെ ശ്ലോകത്തോടുകൂടി നമ്മൾ ഇന്ന് സമർപ്പിക്കുകയാണ്. 7ാമത്തെ ശ്ലോകം മുതൽ ഇനി മറ്റ് 2 പ്രളയങ്ങളെ കുറിച്ച് കൂടി നമുക്ക് കേൾക്കാനുണ്ട്. അവിടെ ആത്യന്തികം, നിത്യം എന്നിങ്ങനെയുള്ള 2 പ്രളയങ്ങൾ, അതിനെക്കുറിച്ചൊക്കെ നമുക്ക് നാളെ അനുസ്മരിക്കാം. ഇന്ന് ഭഗവത് പാദങ്ങളിൽ സമർപ്പിക്കുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാ ആഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു.
ശ്രീമദ്ഭാഗവതം പുണ്യം പാവനമാം ഗ്രന്ഥം ശ്രീശുകമാമുനി പാടിയ ഗീതം നൽകുന്നു മുക്തി സതതം നൽകിയിടും ഭക്തി. പാപികളെന്നാലും നിത്യം രക്ഷിക്കും ഗ്രന്ഥം പരമാനന്ദ സുധാരസമയമി ഹരിലീലാസാരം നിത്യം വേദത്തിൻ സാരം. വൈരാഗ്യം ജ്ഞാനം ഭക്തി എന്നിവ നൽകിയിടും വൈകല്യങ്ങൾ തീർത്തിടുന്നൊരു സുന്ദരമാം ഗീതം നിത്യം നൽകും കൈവല്യം. കലിമലമഥനി പാപവിനാശിനി സതതം സേവയെ ചെയ്യുന്നോർക്കോ സുഖകാരിണി ഗ്രന്ഥം നിത്യം നൽകും സായുജ്യം. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ, ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ. ആഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു, ഞങ്ങൾ ആരതിയൊഴിയുന്നു കണ്ണ ആരാധിക്കുന്നു. രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. മീനായി മണ്ണിൽ പിറന്നൊരു ദേവ ശരണം മേ തവ ചരണയുഗം. കച്ഛപരൂപമെടുത്തൊരു ദേവ ശരണം മേ തവ ചരണയുഗം. സൂകരഭാവമണിഞ്ഞൊരു ദേവ ശരണം മേ തവ ചരണയുഗം. നരഹരി രൂപമെടുത്തൊരു നാഥ ശരണം മേ തവ ചരണയുഗം. വാമനനായി വിളങ്ങിയ ദേവ ശരണം മേ തവ ചരണയുഗം. ഭാർഗവരാമനതായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ദശരഥനന്ദനായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ബലമേറുന്നൊരു രാമനാഥ ശരണം മേ തവ ചരണയുഗം. ദേവകി നന്ദന വസുദേവാത്മജ ശരണം മേ തവ ചരണയുഗം. യശോദതനയാ സുന്ദര രൂപ ശരണം മേ തവ ചരണയുഗം. ദ്വാരകവാസാരുക്മിണികാന്ത ശരണം മേ തവ ചരണയുഗം. കലികാലത്തിൽ കൽക്കിയും നീയേ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. ചോറ്റാനിക്കര വാഴും ദേവി ശരണം മേ തവ ചരണയുഗം. സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം. ഹരിഹരപുത്ര ആശ്രിതമിത്ര ശരണം മേ തവ ചരണയുഗം. സദ്ഗുരുനാഥ ഗുണപരിപൂർണ ശരണം മേ തവ ചരണയുഗം. മൂഷികവാഹന മോദകഹസ്ത ശരണം മേ തവ ചരണയുഗം. ഭക്തജനപ്രിയ ഭാഗവത പ്രിയ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം.
ഗുരുപവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ പരിപൂർണം തദസ്തു തേ. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷ. ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാം. സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.